ഇന്ന് നമുക്ക് വളരെ രുചികരമായി പ്രോൺസ് മസാല തയ്യാറാക്കാം. ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിൽ പ്രോൺസ് മസാല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് പ്രോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ടൈഗർ പ്രോൺസ് എന്നാണ് എറണാകുളത്ത് പറയുന്നത്, കൊഞ്ചെന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിന് നല്ല കട്ടിയുള്ള തൊലിയും കട്ടിയുള്ള മാംസവുമാണ്. അപ്പോൾ നമുക്കിത് തൊലിയെല്ലാം കളഞ്ഞ് തലയെല്ലാം കളഞ്ഞിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ അതിൻ്റെ തലയെല്ലാം കളഞ്ഞ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു നാരും ഉണ്ടാവും, ആ നാര് കൂടി കളയണം. എന്നിട്ട് ഞാൻ കുറച്ച് എടുത്ത് അതിനകത്ത് വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇത്തിരി മാംസത്തിന് കട്ടികളുണ്ട്. അതുപോലെ നമ്മൾ മീൻ വരഞ്ഞു വെക്കണ പോലെ വരഞ്ഞു വെക്കണം, എന്നാലേ ഇതിലേക്ക് മസാല പിടിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ചുരുണ്ട് പോകാൻ സാധ്യതയുള്ളതാണ് ഈ പ്രോൺസ്. അതുകൊണ്ട് നമുക്ക് ഒരു നല്ല പച്ച ഈർക്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ മുകളിലേക്കൊന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ചൂടാകുമ്പോൾ അത് വളഞ്ഞു പോകില്ല. ഇനി അതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു പുളിക്ക് വേണ്ടി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞത് മസാല തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ മിക്സിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് ഈ ടൈഗർ പ്രോൺസിലൊന്ന് ഇത് പുരട്ടി വെക്കാം. നമ്മൾ ഈ വരഞ്ഞു വെച്ചേക്കണേൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റുന്ന വിധത്തിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള മാംസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലകളെല്ലാം പിടിച്ച് ഉപ്പും മുളകൊക്കെ പിടിച്ചാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ആ വരഞ്ഞു വെച്ചേക്കണേൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കും. അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. വറുക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ കോൺഫ്ലവർ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നമ്മുടെ പ്രോൺസ്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മൈദ ചേർത്താൽ മതി. അധികം ചേർക്കരുത്, ഒരു 1/2 ടീസ്പൂണിൽ താഴെ ചേർത്താൽ മതി. നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് വെച്ചേക്കണ്ട. ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പ്രോൺസ് വെച്ച് കൊടുക്കാം. ഇത് സിമ്മിലും മീഡിയത്തിനും ഇടയ്ക്ക് ഇട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. ഹാഫ് കുക്ക് ആയാൽ മതി. പകുതി വേവാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പിയായി പോകരുത്. മീഡിയം ടു സിമ്മിലിടുക. അപ്പോൾ നന്നായിട്ടിത് കുക്കായിട്ട് കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ, അതിൻ്റെ ഉള്ളിൽ വേവ് കിട്ടില്ല. അപ്പോൾ ഇതിൽ മാംസത്തിന് കട്ടിയുള്ളതുകൊണ്ട് നമുക്കത് വെന്ത് കിട്ടണം. എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റും കൂടി ഇവിടെ കിടന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. സിമ്മിലും മീഡിയത്തിനും ഇടയ്ക്ക് ഇടുക. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. എല്ലാം ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാം കോരി മാറ്റിയതിന് ശേഷം
കുറച്ച് ചുവന്നുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചുവന്നുള്ളി തന്നെ ചതച്ച് ചേർക്കുക, അതാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഒരു മധുരം ഉണ്ടാവും, അപ്പോൾ അതിന് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ചുവന്നുള്ളി തന്നെ ചേർക്കുക. കൂടാതെ ഒരു 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ചതച്ച് അതും കൂടി ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റുക. നല്ല ഈ ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ. ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയാലേ നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തക്കാളിയുടെ കഷ്ണങ്ങളൊന്നും കാണാത്ത വിധത്തിൽ വേണം ഇനി നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നല്ല അരപ്പ് പോലെ വരണം. ഇത്രയും നേരം നമ്മളിത് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തീ കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റഡ് കാഷ്യൂനട്ടാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഒന്നും കൂടി മിക്സ് ആകുമ്പോഴത്തേക്കും ആ കശുവണ്ടി ഒന്ന് റോസ്റ്റായിട്ട് വരും, ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് വരും. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഈ പാകത്തിനാവുന്നവരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ ഈ കറി. ഈ സമയത്ത് ഉപ്പുണ്ടെന്ന് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ നമ്മുടെ ഉള്ളിയും ഇതൊക്കെ ഒന്നും കൂടി ശരിയാവണം. ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പകുതി കുക്കായി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കുക. അപ്പോൾ നമ്മുടെ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ടാവും. എല്ലാം നന്നായിട്ട് അമർത്തി വെക്കുക. ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലേക്കൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് സിമ്മിലിരുന്ന് വേവട്ടെ. നമ്മുടെ പ്രോൺസ് മസാല അടിപൊളി റെഡി ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളിയായിരിക്കുമെന്ന്. സൂപ്പർ ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതേപോലെ ടൈഗർ പ്രോൺസൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ്, ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം, എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, പ്രോൺസ് മസാല റെഡിയായി. നമ്മൾ ഈർക്കിൽ കുത്തിയാരണം നമുക്കെടുത്ത് കഴിക്കാനും സുഖമാണ്. ഇതൊന്നും ചുരുങ്ങിപ്പോയേമില്ല, കഴിക്കാനും സുഖമാണ്. നമ്മൾ ഗ്രേവി കണ്ട നല്ല അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. അപ്പോൾ ഈ ഗ്രേവിയും ഒരു പീസ് ടൈഗർ പ്രോൺസൊക്കെ കൂടി ചോറിനോടൊപ്പം കഴിക്കാനും ചപ്പാത്തിയോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.